എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. വളരെ സിമ്പിളായിട്ട് യാതൊരുവിധ കെമിക്കലും ചേരാണ്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിയാണ് നിങ്ങളെ ഞാനിത് പരിചയപ്പെടുത്തുന്നത്. മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ഉപകാരപ്രദമാകുന്നതാണ്. മുടി നരയ്ക്കുന്നത്, താരൻ, ചൊറിച്ചിൽ, മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ, കൊഴിഞ്ഞു പോകുന്ന മുടികളെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ എന്ന് പറയുമ്പോൾ നെറ്റി ഭാഗത്തുള്ള മുടിയെ കറുപ്പിക്കാനാണ് ഈ ഒരു ഡൈ ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. അന്നേരം മറ്റ് കാര്യങ്ങൾ നമ്മൾ പുറമേ നമ്മൾ എന്ത് തേച്ചെന്ന് പറഞ്ഞാലും ഉള്ളിലോട്ട് ചെല്ലുന്ന കാര്യങ്ങളും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും 100% ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അന്നേരം നമ്മൾ ഈ ഒരു മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണങ്ങൾ കണ്ടുപിടിക്കുക, അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തുള്ള പൊടിക്കൈകളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതും 100%. 30കൾക്ക് ശേഷം പ്രത്യേകിച്ച് മുടിയൊന്നും സംരക്ഷിച്ചില്ല എങ്കിൽ നിലവിലുള്ള മുടിയെ നമുക്ക് അതുപോലെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതേയില്ല. അത് നമ്മളൊരു ചീനിച്ചട്ടിയിൽ ഉലുവ, കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അത് നല്ലപോലെ ഒന്ന് വറുത്ത് വരണം കേട്ടോ. നന്നായിട്ട് വറുത്തിട്ട് അതിനെ പൗഡർ രീതിയിലാക്കിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ളതും ആയിട്ടുള്ള ചേരുവകൾ പ്രധാനമായിട്ടാണ് മിക്ക വീഡിയോയിലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാമാണ്. കരിഞ്ജീരകം ഒട്ടും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഉലുവയും, പിന്നെ ബദാം 1-2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ സവാളയുടെ തോല്. നമുക്ക് സുലഭമായിട്ട് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇതൊക്കെ നമുക്ക് കുതിർത്ത് പായ്ക്കായിട്ടും അല്ലെങ്കിൽ ഹെയർ ഡൈ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ. ഇതിനെ നമ്മൾ നല്ലപോലെ വറുത്തിട്ട് ചൂടാറി കഴിയുമ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൗഡർ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച രീതിയിലോട്ടാക്കാനും വേണ്ടി ഇതുപോലൊരു പഞ്ഞിക്കകത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്താലും മതി. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊരു തിരി രീതിയിലാക്കിയിട്ട് നമ്മൾ കത്തിച്ച് അതിൻ്റെ കരിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഒരു തവണ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തിന് ഈ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒന്നുകിൽ നെയ്യ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്ന കാച്ചിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു തിരി രീതിയിലോട്ട് വെച്ചിട്ട് ഇനി ഇതിനൊക്കെ നമ്മൾ തിരി പോലെ കത്തിച്ച് വെക്കണം. എന്നിട്ട് 2 ഗ്ലാസ്സുകൾ വെച്ചിട്ട് ഒരേ സമം ആകൃതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അടച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു തിരി അണയുന്നത് വരെയും അത് കത്തി നിന്നിട്ട് അന്നതിന് ശേഷം ആ ഒരു പാത്രം എടുത്തു കഴിയുമ്പം നല്ല പോലെ ആ ഒരു പ്ലേറ്റിനകത്ത് കരി വരും. ആ കരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കുന്നത്. വെറുതെ നമ്മളൊരു കരി എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോ ചേരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈകൾ വാങ്ങിക്കാൻ കിട്ടും. നാച്ചുറലായിട്ട് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാം എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ എന്താണെന്നോ അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്നോ നമുക്കറിയില്ല. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. നമ്മൾ ആഹാരമായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അന്നേരം നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഡൈയും വെച്ചിട്ട് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ റെഡി ആവുന്ന സമയത്ത് നമുക്ക് അങ്ങിങ്ങായിട്ടുള്ള നരച്ച മുടികളെ ഒറ്റ നിമിഷം കൊണ്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റും. പടരുകയുമില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രത്തോളം കരി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കരിയെ നമുക്ക് കുറേ നാളത്തേന് ഉപയോഗിക്കാം. നമ്മൾ ചെറിയൊരു പിഞ്ച് മാത്രമാണ് വെച്ചിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. അന്നേരം ഇത് മൊത്തമായിട്ട് ആ ഒരു കരി നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ചേരുവ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ചേരുവകളാകുമ്പം അതിൻ്റെ റിസൾട്ട് ഒന്നും കൊടുന്ന് ഇരട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കരി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കരിയെ നമ്മളൊരു ചെറിയ ഡപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നുള്ള് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അതാണ് ഈ ഒരു പരുവത്തിന് ഒരു നുള്ള് മാത്രം ഇതുപോലൊരു കുഞ്ഞു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക്
കറ്റാർവാഴ ജെല്ല് എടുക്കാം. അതുമല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗ്ലിസറിന് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തുള്ളി മാത്രം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു തുള്ളി കാസ്റ്റർ ഓയിലും ഒരു തുള്ളി അതുപോലെ ഒരു നുള്ള് മാത്രം ആ ഒരു കരിയും കൂടി ചേർത്തിട്ട് എടുത്തേക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമ്മുടെ തലമുടിയിൽ തേച്ചാൽ മതി. ആ ഒരു സൈഡ് നന്നായിട്ട് കറുപ്പിരിക്കും. ഇത് നമുക്ക് കുറേ തവണ ഉപയോഗിക്കാനാണ് കേട്ടോ. ഒരു നുള്ളി കരി മാത്രം എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു തുള്ളി കാസ്റ്റർ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കറുപ്പ് വേണമെങ്കിൽ ഒരു നുള്ളും കൂടെ നമുക്ക് ആ ഒരു കരി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിസ്സാരം അത്ര ഒരു നുള്ളു മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയും നല്ല ഡാർക്കായിട്ടുള്ളൊരു കറുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. നമ്മളന്നേരം ഇതിനെ ഇപ്പോൾ മുടിയൊക്കെ ചീവിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ട്. അന്നേരം അത് എത്രത്തോളം അത് നമുക്ക് വർക്കാവും എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ നല്ല ഡാർക്ക് കറുപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പൊടി ചേർക്കാവുന്നതാണ്. ആ ഒരു കരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളം ഒഴിച്ചാൽ പടരത്തില്ല. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് തേക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് അങ്ങനെ ആവത്തുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒട്ടും പടരില്ല. അന്നേരം ഇത് നമ്മൾ കൈകൊണ്ട് തൂക്കാതൊക്കെ ഇരുന്നാൽ മതി. ലോങ് ടൈം നിൽക്കുന്നതാണ്. ലോങ് ടൈമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് ചെയ്യുമ്പം നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറക്കുകയും ചെയ്യും. ഇനിയിപ്പം ഇതിൽ നിന്ന് ഒരു നുള്ള് കരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ്. അതിൽ ലേശം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളും ലേശം ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ അല്ല, നമ്മൾ കാച്ചിയ നമ്മുടെ മുരിങ്ങയ്ക്ക വെച്ചിട്ട് തയ്യാറാക്കിയ എണ്ണയും അതിനോടൊപ്പം നമ്മൾ ഒരു നുള്ള് ആ ഒരു കരിയും കൂടാണ് ചേർത്തിരിക്കുന്നത്. അത് ഈ ഒരു ഓയിൽ ഫുള്ള് നല്ല ഡാർക്ക് കറുപ്പായിട്ട് കിട്ടും. ഈ ഒരു ഓയിൽ നമ്മുടെ തലയോട്ടിയിലും അല്ലെങ്കിൽ ഒന്നുകിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ തേച്ച് തലയോട്ടി നല്ല പോലെ മസാജ് ചെയ്തിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മേലെയോ ഒക്കെ ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയണം. നല്ല റിസൾട്ട് കിട്ടും. തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ അത്രയേറെ ഗുണകരമാണ് കേട്ടോ. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേക്കിൻ്റെ തളിരില. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് തേക്കിന്. തളിരില കൊണ്ടിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് അതിന് നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ച് മാത്രമാണ് നമ്മളിത് എടുക്കുന്നത്. അതിൻ്റെ തളിരില നമ്മൾ കട്ട് ചെയ്യണം. ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു എണ്ണയാണ്, തേക്കിലെ എണ്ണയാണ്. തേക്കിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുള്ള എണ്ണയാണ്. ഇതിൻ്റെ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി സമൃദ്ധമായിട്ട് വളരാൻ, താരം മാറിയാൽ തന്നെ നമ്മുടെ മുടി നല്ല പോലെ വളരും. ഇതിന് ഒരു ഗുണമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് പൊള്ളൽ ഏറ്റിട്ടുള്ള പാടുകൾ, മുഖക്കുരുവിൻ്റെ പാടുകൾ, ചർമ്മ സംരക്ഷണത്തിന്, ചൊറിച്ചിൽ, അങ്ങനത്തുള്ള എന്തിനു പറയുന്നു നമുക്ക് വരുന്ന ചിക്കൻ ബോക്സിൻ്റെയൊക്കെ പാടുകളുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള കടുത്ത പാടുകളൊക്കെ മാറാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താരന് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അന്നേരം ഇത് വളരെ ചെറുതായിട്ട് എണ്ണയിൽ കുഞ്ഞു രണ്ടില ഞാനിതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ ചർമ്മ സംരക്ഷണത്തിനും ചൊറിച്ചിലിനും അതുപോലെ പാടുകൾ മാറാനും പൊള്ളലിൻ്റെ പാടുകൾ ഉൾപ്പെടെ അതിനോടൊപ്പം സമൃദ്ധമായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ താരനും പേനശല്യമൊക്കെ മാറാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു എണ്ണ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആഹാരമായിട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടെ അത് നമ്മുടെ മുടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിതമാക്കുന്നത്. നമ്മളിപ്പം ഏത് പരിപ്പ് എടുക്കും. ഇപ്പം ഞാൻ പിങ്ക് ഡാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുരിങ്ങയില ഒരു സൂപ്പർ ഫുഡാണ് കേട്ടോ. ഒത്തിരിയേറെ ഗുണങ്ങളേറെ ഉള്ളതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒന്നിരാടോ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ കറിയായിട്ടോ സൂപ്പായിട്ടോ തോരനായിട്ടോ ഒക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. വളരെ സിമ്പിളായിട്ട് ഡാൽ ചേർത്തിട്ടുണ്ട്, പച്ചമുളക്, മുരിങ്ങയില കുറേയേറെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വേവിക്കുക. ഈ ഒരു ഡാലിന് ഒരുപാട് വേവൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പാണ്. വെറുതെ തേങ്ങ അരച്ച് അതിലേക്ക് വേണമെങ്കിൽ 2 വെളുത്തുള്ളി ചുമന്നുള്ളി ചേർക്കാം, വേണമെങ്കിൽ ജീരകം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്.
വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു കടുവറുപ്പ്. അതും നെയ്യിലാണ് കടുക് വറുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയും ആണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. കടുകും പിന്നെ അതിനോടൊപ്പം തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള കറികളാണ്. നമ്മുടെ ആഹാര കാര്യത്തിലും കൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ എത്ര പൈസ കൊടുത്ത് ഓരോന്ന് വാങ്ങിച്ച് തേച്ചാലും അതിനൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിലും കൂടെ ചെല്ലണം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.